ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്ന അവതാരകനായ രാജേഷ് കേശവനെക്കുറിച്ച് സുഹൃത്തിന്റെ വൈകാരിക കുറിപ്പ്. ഐസിയുവിന് മുന്നിൽ രാജേഷിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായെന്ന് സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന കുറിപ്പിൽ അദ്ദേഹം പ്രതീക്ഷയും പങ്കുവച്ചു. ഞങ്ങൾ രാജേഷിനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച. ഇതിനിടയിൽ ഈ ഐസിയുവിന് മുന്നിൽ പ്രിയപ്പെട്ടവരെയും കാത്തിരുന്ന ഒരുപാട് പേർ രോഗമുക്തരായി സമാധാന മുഖത്തോടെ നടന്നകന്നു. എന്നിട്ട് നമ്മുടെ ചങ്ങാതി ഇപ്പോഴും ആ കൊടും തണുപ്പിൽ കണ്ണടച്ചു കിടക്കുവാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവന് പ്രിയപ്പെട്ട ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. രാജേഷിനെ ഉണർത്താൻ ശബ്ദ സന്ദേശം അയച്ചവരിൽ അവന് പ്രിയപ്പെട്ട ലാലേട്ടനും സുരേഷേട്ടനും SKNനും സുരാജുമുണ്ട്. ഇനിയും പലരും അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതാപ് കുറിച്ചു. ഐസവിലെ കാരുണ്യം നിറഞ്ഞ സിസ്റ്റർമാർ സമയം കിട്ടുമ്പോഴൊക്കെ രാജേഷ് ആങ്കർ ചെയ്ത പരിപാടികളും പാട്ടുകളുമൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് പേർ സുഖവിവരം അന്വേഷിച്ചു വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. എല്ലാവരോടും സമയത്തിന് മറുപടി നൽകാൻ കഴിയാത്തതിൽ ക്ഷമിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ, സ്നേഹം എല്ലാം അവനെ ഇത്രയും സഹായിച്ചു. അത് തുടരുക. അവന്റെ ഉപബോധ മനസ്സ് എല്ലാം കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ വരും. പ്രതാപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പ്രിയ രാജേഷ്, നീ ഒന്ന് കണ്ണു തുറക്കാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യട. ഒന്ന് പെട്ടെന്ന് വാ മച്ച എന്ന വാക്കുകളോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. പരിപാടിക്കിടെ കുഴഞ്ഞു വീണ ചികിത്സയിൽ കഴിയുന്ന അവതാരകനും നടനുമായ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു. രാജേഷിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതായി വ്യാഴാഴ്ച പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടെ കുഴഞ്ഞു വീണ രാജേഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ തുടരുകയാണ്. സ്വയം ശ്വാസമെടുക്കാൻ ആരംഭിച്ചു. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ സംഘത്തിന്റെ നിരീക്ഷണം തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു. ക്രിട്ടിക്കൽ കെയർ, കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓഫ്താൽമോളജി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുൾപ്പെടുന്നതാണ് സംഘം. പരിപാടിയുടെ അവസാനത്തോടെ ഹോട്ടലിൽ കുഴഞ്ഞു വീണ രാജേഷിനെ ഉടൻ തന്നെ മരടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ ഉടൻ തന്നെ ഹൃദയാഘാതമുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ച് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും രാജേഷിന്റെ തിരിച്ചുവരവിനായി സിനിമാ ലോകവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആരാധകരും കാത്തിരിക്കുകയാണ്. രണ്ടാഴ്ചയായി ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. നേരിയ പുരോഗതി ഉണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞത്.